നമ്മളിപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഷീറ്റിൻ്റെ ഒരു ബേസിക്സാണ് നമ്മൾ കണ്ടത്. ഡാറ്റ മെറ്റീരിയൽ, ലേബർ പ്ലസ് എക്സ്പെൻസ്, അത് നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. അവിടുന്ന് നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ്, പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അവിടെ നമ്മുടെ പ്രൊഡക്ഷൻ ആംഗിൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വരുന്നതാണ് നമ്മുടെ സെയിൽസിൻ്റെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. അപ്പോൾ നമുക്ക് നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. പ്രോഫിറ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് പ്രൈസ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കോസ്റ്റ് ഷീറ്റ്. ഇതിൽ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ യൂണിറ്റ്സ് ബേസിലായിരിക്കും മിക്ക ഫിഗേഴ്സ് നമുക്ക് തരുന്നത്. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിൽ അങ്ങനെയായിരിക്കും വരുന്നത്. ഇത്ര യൂണിറ്റ്സ് പ്രൊഡക്ഷൻ, ഇത്ര റുപ്പീസ് പെർ യൂണിറ്റ്. അപ്പോൾ 10 റുപ്പീസിൻ്റെ 1000 യൂണിറ്റ്സ് ആണ് പ്രൊഡക്ഷൻ. അപ്പോൾ 10 × 1000 അങ്ങനെയാണ് നമ്മൾ ഓരോന്ന് റെക്കോർഡ് ചെയ്യുന്നത്. ഇതിലൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ യൂണിറ്റ്സ് സോൾഡ് ഉണ്ട്. യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എന്ന് വെച്ചാൽ നമ്മുടെ ആക്ച്വൽ പ്രൊഡക്ഷൻ. ഇപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, ഇപ്പോൾ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് ഫുൾ 1000 നമുക്ക് സെയിലാവില്ല. അതിൽ നിന്ന് ചിലപ്പോൾ നമുക്കൊരു 800 സെയിലാവുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ യൂണിറ്റ് സോൾഡ്. പ്രൊഡ്യൂസ്ഡ് നമ്മുടെ മാനുഫാക്ചർ ചെയ്യണ ടോട്ടൽ യൂണിറ്റ്സ്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഷീറ്റിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടിൽ ദ ആംഗിൾ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അതുവരെ നമ്മൾ നോക്കേണ്ടത് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബേസ്ഡ് ഏതാണ്. അവിടെ നിന്ന് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ നമ്മൾ യൂണിറ്റ്സ് സോൾഡ് ബേസാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ സെയിൽസ് എത്ര എണ്ണമാണ് നമ്മളെ സെയിൽ പോകുന്നത് അത് ബേസ് ചെയ്താണ് നോക്കേണ്ട ആവശ്യമുള്ളൂ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. ഇത് രണ്ടും എപ്പോഴും ഡിഫറെൻറ്റ് ആംഗിൾ ആയിരിക്കും. നമ്മൾ പെർ യൂണിറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത്. ടിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നമ്മൾ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് അത് വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ സെയിൽസ് യൂണിറ്റ്. അതാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ജസ്റ്റ് നമുക്ക് മനസ്സിലാവുമല്ലോ, ജസ്റ്റ് ഒരു സിമ്പിൾ നോളജാണ് അത്. നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ യൂണിറ്റ് സോൾഡ് ആയിരിക്കും തന്നേക്കുന്നത്. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ് തന്നിട്ടുണ്ടാവും, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് അങ്ങനെ കണ്ടുപിടിക്കാം. ടു കാൽക്കുലേറ്റ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്, അപ്പം അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ യൂണിറ്റ്സ് സോൾഡ് add closing stock of finished goods less opening stock of finished goods. ഇത് കിട്ടുന്നതാണ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. ഇത് സിമ്പിൾ കാര്യം. അതായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇയറിൽ, നമ്മളെ പെർഫെക്റ്റ് ഇയറിൽ അല്ലെങ്കിൽ നമ്മളെ ഒരു പീരീഡിൽ എത്ര ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് കണ്ടുപിടിക്കുക. അതിന് കണ്ടുപിടിക്കുക വെച്ചാൽ ആ പെർഫെക്റ്റ് പീരീഡിൽ എത്ര നമ്മൾ സെല് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും, ആ ഫിനിഷ് ഗുഡ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക്, അത് നമ്മൾ ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലായിരിക്കും ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രീവിയസ് ഇയറിലെ ബാലൻസ് ആണല്ലോ ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് പ്രീവിയസ് ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്ത കാര്യം അത് നമ്മൾ റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് കിട്ടും. ഇനി അടുത്തത് നമ്മൾ ഡീൽ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈം കോസ്റ്റിൽ ഓരോ ഹെഡ് ഉണ്ട്. മെറ്റീരിയൽ, ലേബർ, അതുപോലെ തന്നെ എക്സ്പെൻസ്. അത് ഓരോന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽസ്. നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടാവും ഡയറക്റ്റ് മെറ്റീരിയൽ ഇത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസിന് ഇത്ര റുപ്പീസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ചില കേസിൽ നമുക്കത് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ computation of raw materials consumed. അതായത് ആ പെർട്ടിക്കുലർ ഇയർ അല്ലെങ്കിൽ ആ പീരീഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ
opening stock of raw materials, add purchases, add expenses related to purchase, less closing stock of raw materials, less scrap value of raw materials. ഇത് എല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ്. ഇത് നമ്മൾ എന്തിനാ ഫൈൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പർട്ടിക്കുലർ പീരീഡിൽ നമ്മൾ എത്ര റോ മെറ്റീരിയൽസ് ആ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്തു അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ജസ്റ്റ് നമ്മൾ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ പോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് റോ മെറ്റീരിയൽസിൻ്റെ അതിൻ്റെ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ആ പർട്ടിക്കുലർ ഇയറിലെ പർച്ചേസ് അതിൻ്റെ എക്സ്പെൻസ് റിലേറ്റഡ് ഡയറക്റ്റ് എക്സ്പെൻസ് റിലേറ്റഡ് ടു ദ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ്. പിന്നെ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് റെഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രാപ്പ് വാല്യൂ ഓഫ് റോ മെറ്റീരിയൽസ് നമ്മളിപ്പോൾ ഇൻ കേസ് നമുക്ക് റോ മെറ്റീരിയൽ ബാലൻസ് വന്നു ഒത്തിരി അത് നമ്മൾ ചിലപ്പോൾ സെയിൽ ചെയ്യും സ്ക്രാപ്പായിട്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ഇൻകം പോലെ ജനറേറ്റ് ആവുമല്ലോ. സോ അത് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. അതാണ് നമ്മുടെ നെറ്റ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് നമുക്ക് ഇത് ചെയ്യേണ്ടത്. ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് സ്പ്ലിറ്റ് ആയ ഡാറ്റ തന്നിരിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് മാറുന്നതോറാണ് ഇതുപോലത്തെ കാൽക്കുലേഷനൊക്കെ വരുന്നത്. ഇനി അടുത്തത് ഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പർട്ടിക്കുലർ ഈ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ പേ ചെയ്യണ അതിൻ്റെ ലേബർ, അതായത് വേജസ്. നമുക്ക് വേജസ് ആംഗിളിൽ തന്നെ നോക്കാം. പർട്ടിക്കുലർ പീരീഡിൽ പേ ചെയ്തേക്കണ വേജസ് പെയ്ഡ്, അതിൻ്റെ ഒപ്പം നമുക്ക് ആ പർട്ടിക്കുലർ പീരീഡിൽ ചിലപ്പോൾ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് കിടപ്പുണ്ടാവും പേ ചെയ്യാനുള്ളത്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് അത് ഈ പീരീഡിൽ തന്നെ നമ്മൾ പേ ചെയ്യാത്തത് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് പ്രീവിയസ് പീരീഡിൽ നമ്മൾ നേരത്തെ കൂട്ടി നമ്മൾ പ്രീപെയ്ഡ് ആയിട്ട് ഈ പീരീഡിലേക്കുള്ളത് നമ്മൾ പേ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പ്രീപെയ്ഡ് വേജസ് ഇതെല്ലാം ആണ് ഈ പർട്ടിക്കുലർ പീരീഡിൽ നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഈ വേജസ് പെയ്ഡിൻ്റെ ഉള്ളിൽ അടുത്ത ഇയറിലേക്കുള്ളത് നമ്മൾ പ്രീപെയ്ഡ് ആയിട്ട് പേ ചെയ്തു പോയിട്ടുണ്ടാവും. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഇയറിലെ മതി. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രീപെയ്ഡ് വേജസ് ഓഫ് നെക്സ്റ്റ് പീരീഡ് ഓഫ് ദിസ് പീരീഡ്. ഇത് നമ്മുടെ ഈ ഓഫ് ദിസ് പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പ്രൊഡക്ഷൻ പീരീഡിലുള്ളതാണ് നമ്മൾ ഈ ആഡ് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ കൊല്ലം നമുക്ക് തന്ന വേജസ് കഴിഞ്ഞ കൊല്ലത്തെ ഈ ഇയറിലെ നമുക്ക് നേരത്തെ കൂട്ടി പ്രീപെയ്ഡ് ആയിട്ട് തന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇയറിൽ ചിലപ്പോൾ നേരത്തെ കൂട്ടി പ്രീപെയ്ഡ് ആയിട്ട് നമുക്ക് വേജസ് നമ്മൾ പേ ചെയ്യണ്ടാവും. അത് നമുക്ക് വേണ്ടല്ലോ, അത് നമ്മുടെ ഈ ഇയറിലെ പ്രൊഡക്ഷൻ അല്ല. സോ അത് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന നെറ്റാണ് നമ്മുടെ പർട്ടിക്കുലർ പീരീഡിലെ ഡയറക്റ്റ് ലേബർ. ഓക്കെ, ജസ്റ്റ് നമ്മുടെ ഈ പർട്ടിക്കുലർ പീരീഡിൽ മാത്രം നമ്മൾ എടുത്താൽ മതി. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെ തന്നെ സെയിം സംഭവം തന്നെയാണ് നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസിലും വരാൻ പോകുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസ് expense paid, add outstanding for this period. നമ്മൾ അടുത്തെല്ലാം പേ ചെയ്യാനുള്ളത്. ആഡ് പ്രീപെയ്ഡ് മീൻസ് പ്രീവിയസ് ഇയറിലെ നമ്മൾ തന്നെ നേരത്തെ കൂട്ടി നമുക്ക് പേയ്മെൻറ്റ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. സോ ആ പ്രീപെയ്ഡ്
of this year less prepaid for next year. അത് ഈ വേജസിൻ്റെ ചിലപ്പോൾ നമ്മൾ ഈ നെക്സ്റ്റ് ഇയറിലെ പ്രീപെയ്ഡ് അടച്ചിട്ടുണ്ടാവും. സോ അത് ഇതിന് നമുക്ക് നെറ്റ് കിട്ടുന്നതാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ സോ നമ്മളിത് 3 എണ്ണം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ പ്രൈം കോസ്റ്റ്. അപ്പോൾ നമ്മളിത് ഇത്തിരി കൂടി അഡ്വാൻസ് ലെവലിലേക്ക് പോയിപ്പാണ് നമുക്ക് ഇങ്ങനത്തെ കാൽക്കുലേഷനൊക്കെ വന്നത്. ഡാറ്റ മെറ്റീരിയൽസ് അതിൻ്റെ നമ്മൾ പർട്ടിക്കുലർ പീരീഡിലേക്കുള്ള ഡാറ്റ മെറ്റീരിയൽസ് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. എത്ര നമ്മൾ യൂസ് ചെയ്തോ പ്രൊഡക്ഷന്, അതാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ കോസ്റ്റിംഗ് സ്റ്റോക്കൊക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്തത്. കാരണം അതൊക്കെ ഇനി ഫ്യൂച്ചർ നെക്സ്റ്റ് ഈ പീരീഡ്സിലാണല്ലോ യൂസ് ചെയ്യുള്ളൂ. സോ അതുപോലെ തന്നെ ലേബർ പർട്ടിക്കുലർ പീരീഡിലേക്കുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ പീരീഡിലേക്കുള്ള നേരത്തെ പ്രീപെയ്ഡ് നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നെക്സ്റ്റ് പീരീഡിലേക്കുള്ള നമ്മൾ ഇപ്പോൾ പ്രീപെയ്ഡ് ആയിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. അങ്ങനത്തെ ജനറൽ കാര്യങ്ങളാണ് നമ്മൾ ഈ 3 എണ്ണത്തിലും കണ്ടത്. ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് മെറ്റീരിയൽസ് ആൻഡ് ദ ഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ.